സാറേ സാറേ ഒരു സംശയമുണ്ട്, അതറിയാൻ വന്നത്. എന്താ? ഏജന്റ് ഉണ്ടല്ലോ സാറേ, ഏജന്റ് അതാവാൻ എന്തെല്ലാം വേണ്ട? എന്തിനാ ഏജന്റ് ആവാൻ എൻ്റെ വലിയ ആഗ്രഹമാണ്. പിന്നെ പത്രത്തെ കണ്ടിന് ഏജന്റിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന്. ഇപ്പൊ എന്താണ് നിന്റെ ജോലി? എനിക്ക് ചാക്കിന്റെ പണി. ചാക്കിന്റെ പണി? അതെ സാറേ, ഈ പറിച്ച ചാക്ക് ഉണ്ടല്ലോ, കീറിയ ചാക്ക്, ആ വീട്ടിൽ പോയിട്ട് എടുത്തോണ്ടിട്ട് തുന്നിക്കെട്ടിയിട്ട് പീടിയിൽ പോയിട്ട് വിൽക്കും. പിന്നെ ഏജന്റിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ സാറേ? ചാക്ക് വെച്ചവിടമാണ് പണി. അതെ സാറേ, അത് മതി. ഓ, താനൊരു കാര്യം ചെയ്യുക, ഒരു 4-5 ചാക്ക് എടുത്ത് തോളിലിട്ടിട്ട് പതുക്കെ വരിക. എന്നിട്ട് ഈ ഓഫീസിൽ ഏജന്റുമാർ നിൽക്കുന്ന സ്ഥലമുണ്ട് താഴെ, അവിടെ വന്ന് പളുങ്ങി നിൽക്കുക. വാഹന ഉടമകളായിട്ടുള്ള ആളുകൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മാടി വിളിക്കുക. ഇങ്ങനെ വിളിക്കുക? അതെ, അവരടുത്തേക്ക് വരുമ്പോ ചാക്കിട്ട് പിടിക്കുക. അങ്ങനെ ഒരു 4-5 പേരെ ചാക്കിട്ട് പിടിക്കുമ്പോഴേക്കും താനൊരു നല്ല ഏജന്റ് ആയിട്ട് മാറും. വേറെ എന്തെങ്കിലും വേണം? വേറെ ഒന്നും വേണ്ട, ചാക്കിട്ട് പിടിക്കാനുള്ള കഴിവ് മാത്രം മതി. അപ്പൊ ചാക്കെടുത്തിട്ട് രാവിലെ ഞാൻ വരാം. ശരി ശരി, പോയിക്കോട്ടെ സാറേ. ഓ, സാറേ, പ്ലാസ്റ്റിക് ചാക്കായാലും കുഴപ്പമുണ്ടാവുക? ഉള്ളിച്ചാക്കാ നല്ലത്. ഉള്ളി ചാക്ക് മതിയല്ലോ സാർ, ഞാൻ സംഘടിപ്പിക്കാം സാർ. ശരി. സാറേ വിശേഷങ്ങളൊക്കെ എന്തൊട്ട് വിശേഷം അറിഞ്ഞിട്ടാണോ എനിക്ക് കല്യാണം കഴിക്കാൻ? ഇയാൾ വന്ന കാര്യം സാധിച്ചിട്ട് പോവാൻ നോക്കേടി. സാറേ, നമ്മളൊരു ഏജന്റാണ്. എന്നിട്ട് എനിക്കറിയില്ലേ, ഇയാളെ 4 കൊല്ലമായിട്ടോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. സാറേ, കാണുക മാത്രമല്ലാട്ടാ, കാണുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ഈ കയ്യിലേക്ക് തന്നെയാണ് തരല്. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതലൊന്നല്ല, ബൈക്ക് ഓണർമാരെ പിഴിഞ്ഞു കിട്ടുന്ന കാശിന്റെ ഒരു വീതല്ലേ തരുന്നത്, ബാക്കിയൊക്കെ ഈ ബാഗിലേക്കല്ലേ? അതെന്നെ ഓർക്കണ സുഖം സാറേ, ഞങ്ങൾ ഏജന്റുമാരുള്ളതുകൊണ്ടാ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ സേഫായിട്ട് എത്തണേ. കുന്താണ് മന്നുത ഇങ്ങോട്ട് വാ. അല്ല സാറേ, സുഖം സാറ് പറഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങോട്ട് പാടോ? ഇല്ല സാറേ, ഞാനത് കളഞ്ഞു. ഇങ്ങോട്ട് പാന്ന്. അല്ല സാറേ, കാര്യമാക്കണ്ട. സാറേ, ഞാനത് വിട്ടു. അതല്ല, വേറെ വിഷയമുണ്ട്. അത് ഈ ഇന്നലെ എൻ്റെ കണ്ണടൻ്റെ കൂടെ എടുത്തീനെ ഇവിടുന്ന്. ഞാനെടുത്തിട്ടില്ല. അല്ല, ഇന്നലെ സാധനം ഇവിടെ ഉണ്ട്. ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോഴൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ അത് കാണുന്നില്ല. ഏട്ടാ സാറേ, ഞാൻ കണ്ണട വെക്കല്ലേ, പിന്നെ എനിക്ക് തന്നെ അതിനത് കണ്ണട വെക്കൂല, എന്നാലും പോണ പോക്കിന് കയ്യിലിരിക്കട്ടെ വെച്ചിട്ട് എടുത്താന്ന് തോന്നലേ. പക്ഷെ പിന്നെ അത് സാധനം പോയി, സാധനം എവിടെയും കാണുന്നില്ല. ഇവിടെ എവിടെയൊക്കെ നോക്കി. ശരി, അപ്പൊ ഇജ്ജെടുത്തിന് എന്താണ് കോയ? അല്ല, വെറുതെ ഓനെ തെറ്റിദ്ധരിച്ചില്ല നമ്മള്. എന്താ ഈ പറഞ്ഞത്? എനിക്ക് തെടുക്കുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ? എന്നാല് അല്ലാതെ ഞാൻ അതില്ലാണ്ട് എത്ര കഷ്ടപ്പെടുത്തി സാധനം വെക്കാത് വേണ്ടേ? നിങ്ങൾ ഈന്റെ ഏജന്റുമാരാവുകയാണ് എല്ലാം കൂടെ. എന്താ പോന്നത്? സാറേ, എനിക്ക് 2 RC ഓണർഷിപ്പും ഒരു ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷനും ഉണ്ട്. ഞാൻ ക്യാൻസൽ ചെയ്ത് തരണോ? അല്ല, അത് വേണ്ട. അത് മണ്ടു മാഡത്തിന്റെ സുഗതൻ സാറിന്റെ സെക്ഷൻ അല്ലേ, ഞാൻ അവരെ ഏൽപ്പിച്ചോളാം. പിന്നെ സാറ് പുറം കാശൊന്നും മേടിക്കാത്ത ആളല്ലയോ. എന്തിനാണ് മന്മര? ഈ ഗവൺമെന്റ് നമുക്കൊരു 10-40 ഉറുപ്പിക ശമ്പളം തരുന്നുണ്ട്. അതിന്റെ മേലെ വാങ്ങണമെന്ന് തടിക്ക് പിടിക്കൂല്ലോ. ഇവരൊക്കെ എന്താ സാറേ നന്നാവത്തെ? അത് ഒരു കൊലയിൽ എല്ലാ കായും നന്നാവൂല, ചില കായൊക്കെ കെട്ടും. അമ്മാരി ചില കൈകളാ. സമാധാനം.